സാർ ഞാൻ വെയിലത്ത് പോകുമ്പോഴും എന്റെ ഉറക്കം തെറ്റിയാലും എനിക്ക് നന്നായി തലവേദനിക്കാറുണ്ട്. അപ്പൊ അത് മൈഗ്രെയിൻ ആണോ? ഓക്കെ. ഈ ഒരു ചോദ്യം സാധാരണ എല്ലാ രോഗികളും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഒരുപാട് DMs വരാറുണ്ട്. ഒന്നോ രണ്ടോ സിംറ്റം തന്നിട്ട് അത് മൈഗ്രെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് എന്ത് തലവേദനയാണ് എന്നൊക്കെ. തലവേദന എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വലിയ ക്ലാസിഫിക്കേഷൻസ് ഉള്ളതാണ്. അത് മാത്രമല്ല മൈഗ്രെയിൻ തലവേദന തന്നെ ഒരുപാട് വിഭാഗങ്ങളും ഒരുപാട് കാറ്റഗറീസും ഉണ്ട്. അപ്പം ഇത് ഡയഗ്നോസ് ചെയ്യാന്നുള്ളത് വളരെ ശ്രമകരമായിട്ട് വളരെ ഡീറ്റെയിൽഡ് കേസ് ടേക്കിങ്ങിലൂടെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഡോക്ടർമാരുടെ സമയക്കുറവ് കാരണം ഒരു 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 5 സിംറ്റം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന ക്രൈറ്റീരിയകൾ മാത്രം നോക്കി അതല്ലെങ്കിൽ ഇത് മാറില്ല എന്ന് പറയാനും മൈഗ്രെയിൻ ആണെന്ന് പറയാനൊക്കെ തിടുക്കം കാണിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അവർ മിസ്സാവുന്നത് ഒരു ഹോളിസ്റ്റിക് ഡയഗ്നോസിസിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ രോഗിക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ തലവേദനയോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ് ആയിട്ടും അല്ലെങ്കിൽ അലർജി ഹിസ്റ്ററി ആയിട്ടും സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതും അതിനെ കൂടെ ട്രീറ്റ് ചെയ്യേണ്ടതുമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ കേവലം ഒരു പെയിൻ കില്ലേഴ്സിനെ മാത്രം ആശ്രയിക്കാതെ ഒരു മാനേജ്മെന്റ് എന്നുള്ള ടെക്നിക്കാണ് പെയിൻ കില്ലേഴ്സ് നമ്മൾ ചെയ്യുന്നത് അല്ലെ, ആ സമയത്തുള്ള താൽക്കാലികമായിട്ട് ആശ്വാസം. അത് നോക്കാതെ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ട്രീറ്റ്മെന്റിലൂടെ അത് പ്രത്യേകിച്ച് ഹോമിയോപ്പതി മെഡിസിൻസിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് പിന്നെ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇത് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്റെ വിധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ കേസ് ടേക്കിങ്ങിലേക്കും ആ ഒരു പ്രൊസീജിയറിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കും. ആ പ്രോസസ്സാണ് നമ്മുടെ ഹോസ്പിറ്റലിലൂടെ നമ്മളോട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ മനസ്സിലാക്കലിലൂടെ തന്നെ പകുതി അസുഖം മാറുന്നതായിട്ടാണ് ആൾക്കാർ പറയാറ്. കൃത്യമായിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം കൂടെ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.